നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാൻ കർത്താവ് ഇടയാക്കിയ ദയക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ ക്രമക്രമമായിട്ട് ഒന്നിനു പിറകെ ഒന്നായി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന്, കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ, പരീശന്മാര് സദൂക്യരും ഈക്വൽ പോൾസ് റിപ്പൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരിക്കലും ചേരാത്ത, ഈക്വൽ അല്ല, ഒരു അതേസമയം ശക്തിയിലും ഒക്കെ ബലാബലം നോക്കാൻ തക്കവണ്ണം രണ്ടു പക്ഷത്തും ആൾക്കാരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും ചേരാത്ത രണ്ട് കൂട്ടരായിരുന്നു ഇവര് രണ്ടുപേരും. കാരണം അവരുടെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ വളരെ വൈരുദ്ധ്യമായിട്ട് ഒന്നൊന്നിനോട് വൈരുദ്ധ്യമുള്ള നിലയിലായിരുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസ്ലീഹ തന്നെ ഒരിക്കൽ താൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഇരിക്കുന്നതിൽ പരീശന്മാരും സദൂക്യരും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ പുനരുത്ഥാനത്തെക്കുറിച്ച് ആണ് ഈ ന്യായവിധിയിലായിരിക്കുന്നത് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്ന ഭാഗം നമുക്ക് കാണാമല്ലോ. അങ്ങനെ അവർ തമ്മിൽ കലക്കമുണ്ടായിട്ട് എന്ന് പറയുകയും, എന്നാൽ പിന്നത്തേതിൽ പൗലോസ് എനിക്ക് ഒരു വാക്കിൽ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അത് ഏറ്റുപറയുകയും ചെയ്യുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം അദ്ദേഹം അത് ചെയ്തതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. സത്യത്തിൽ അവിടെ വല്ല തെറ്റുണ്ടോ? നമ്മൾ ന്യായീകരിച്ച് നോക്കുകയാണെങ്കിൽ തെറ്റൊന്നും ഇല്ല. എന്നാൽ തന്നെ അദ്ദേഹത്തിന് ആ നല്ല മനസാക്ഷി നിമിത്തം അദ്ദേഹം അത് ഏറ്റുപറയാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് ക്രിസ്തീയ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊരു കുറവും ഇല്ല എന്ന് പറയുന്നതിലല്ല, നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുന്നതിലും ഏറ്റുപറയുന്നതിലുമാണ് ശ്രേഷ്ഠ അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പോലും മാതൃക കാണിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തനീയമായിട്ടുള്ള, നമുക്ക് എടുക്കാവുന്ന ഒരു മാതൃക തന്നെയാണ്. കാരണം നമ്മുടെ സുവിശേഷ വേലയ്ക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും ആധാരം എന്ന് പറയുന്നത് ഈ നല്ല മനസാക്ഷിയാണ്. ആ നല്ല മനസാക്ഷി വിട്ടുപോയാൽ പിന്നെ നമ്മൾ ഈ സുവിശേഷ വേലയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞതിനെ നമുക്ക് അത് ഒരു മാതൃകയായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുക, എന്നാൽ ഈ പല വിരുദ്ധ ആശയങ്ങളുള്ളവരും ഒരു പൊതുശത്രുവിനെ കിട്ടിക്കഴിയുമ്പോൾ ഇവരെല്ലാം ഒന്നായി തീരും. നമ്മൾ വായിക്കുന്നുണ്ട്, ഹെരോദാവും പിലാത്തോസും ഒന്നായി. രണ്ടുപേരും വലിയ വിരോധമുള്ള ആൾക്കാരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയും വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ അവര് ആ ഹെരോദാവിന്റെ അടുത്തേക്ക് അയച്ചതോടുകൂടെ വളരെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവ് പിന്നെ അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അവർ സ്നേഹിതന്മാരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പൊതുശത്രു എന്ന് അവർ വിചാരിക്കുകയും അവരുടെ പല ആഗ്രഹങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വിലങ്ങുതടി ആയേക്കും എന്ന് ചിന്തിക്കുന്ന കർത്താവിനെ അവർ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമായിട്ട് ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. 12-ാം അധ്യായം അതിന് 38-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അവിടെ കർത്താവിന്റെ അടുത്ത് പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് അടയാളം ചോദിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം കർത്താവ് എത്രയോ അടയാളങ്ങൾ ചെയ്തു. നമ്മൾ കാണാം, തന്റെ ഗിരിപ്രഭാഷണത്തിന് ശേഷം 8-ാം അധ്യായം മുതൽ പല പ്രാവശ്യം ഗലീലയിലും ഈ പറയുന്ന പ്രദേശങ്ങളിലും ഗലീല കടലിന്റെ ചുറ്റുപാടും സഞ്ചരിച്ച് ഇവൻ ജാതികളുടെ പ്രദേശങ്ങളിൽ പോയി ഒരു മിറക്കിൾ ചെയ്യുന്നതാണ് നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യം. എങ്കിലും അവർക്കിതൊന്നും പോരാ. അവര് പിന്നെയും വന്ന് കർത്താവിനോട് ചോദിക്കുന്നതാണ്, ഒരു മിറക്കിളും കൂടെ ചെയ്യണം എന്ന് കർത്താവിനോട് ആവശ്യപ്പെടുകയും, അങ്ങനെ 38-ാം ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അവിടെയാണ് കർത്താവ് ദൈവദാസൻ പ്രസ്താവിച്ചതുപോലെ ദോഷവും വിചാരമുള്ള തലമുറയെ അടയാളം തിരയുന്നു, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് വേറെ അടയാളം ലഭിക്കുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ വന്ന് രണ്ടു കൂട്ടർ വന്ന് ചോദിക്കുകയാണ്, ആകാശത്തു നിന്നൊരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഒരുപക്ഷെ ഏലിയാവ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരൊക്കെ ചെയ്തതുപോലെ അതിനെയൊക്കെ ഓർമ്മിപ്പിക്കത്തക്കവണ്ണമുള്ള നിലയിൽ ഒക്കെയുള്ള ചില അടയാളങ്ങൾ ചെയ്യണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവര് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിലിരിപ്പെന്ന് പറയുന്നത്
ആ അവർക്ക് ഓരോ പ്രാവശ്യം കർത്താവിനെ അവർ വിചാരണ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കർത്താവിന് അവരെ വിചാരണ ചെയ്യാനും കർത്താവിന് അവരെ എക്സ്പോസ് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് അവിടെ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ അതിശയകരമായിട്ട് തോന്നും. കാരണം ആ ഈ തിരുവഴുത്തിന്റെ ഉദ്ദേശം അറിയുന്നവൻ, തിരുവഴുത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിയുന്നവൻ, തിരുവഴുത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തിയിൽ അത് ചെയ്യേണ്ട എന്തുദ്ദേശത്തോടെ അത് കൊടുത്തു എന്ന് അറിയുന്ന കർത്താവിന് എന്നോട് ഒരിക്കലും ലോജിക്കലായിട്ടോ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ അവർക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാ അവര് ചോദ്യം ചെയ്യാനായിട്ട് വരുന്ന പല ഓപ്പർച്യൂണിറ്റികളും അത് കർത്താവ് പറഞ്ഞതിനെ കൺഫേം ചെയ്യുന്നതായിട്ടുള്ള ഓരോ അവസരങ്ങളായിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും അത് ദൈവവചനത്തിനും ദൈവകൃപയ്ക്കും എതിരായിട്ടും ഒക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവര് അവരൊക്കെ പലപ്പോഴും അതിനെ റെഫ്യൂട്ട് ചെയ്യാനും അതിനെ വിചാരണ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നെങ്കിലും ആ അവസരങ്ങളൊക്കെ സെൽഫ് എക്സ്പോസിംഗ് ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പ്രത്യേകിച്ച് ആരും ഇനിയും പോയി എതിർക്കേണ്ട കാര്യമില്ല. അവര് എതിർക്കുന്ന എതിർപ്പിലൂടെ തന്നെ അവര് ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയും ആ യാഥാർത്ഥ്യം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കിവിടെ കാണുന്ന കാര്യം ഒരു അടയാളം കൂടെ അവന് ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ അറിയുന്നില്ല. കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാമല്ലോ. എത്ര വ്യക്തമായിട്ടാ മശീഹയുടെ വരവിനെ കുറിച്ചും അത് കർത്താവ് ഈ ജഡത്തിൽ അവതരിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്യുമെന്നും എവിടെ ജനിക്കുമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര അതിശയകരമായിട്ടാ നിറവേറിയത്. വചനം അതിൽ ഒരു വചനം പോലും പാഴായി പോകാനായിട്ട് ഇടയായി തീർന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കർത്താവിന്റെ ജഡാവതാരത്തെക്കുറിച്ച്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അതുപോലുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ അതിൽ അധികമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നമുക്ക് കാണാവുന്നത് പോലെ ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്കറിയാം അതിനെ അവിടെ പറയപ്പെട്ടിരിക്കുന്ന കണക്കുകളൊക്കെ അക്ഷരം പ്രതി നിറവേറി. ഏത് ദിവസമാണോ കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ആ യെരുശലേമിലേക്ക് യാത്രയായത്, ആ ദിവസം ആ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആ സംഖ്യ, ആ ദിവസങ്ങളുടെ സംഖ്യ തന്നെ പ്രാവചനികമായിട്ട് അത് നിവൃത്തിയായി എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എനിക്കതിന് അത്ഭുതം തോന്നും, എങ്ങനെ ഇത് നിറവേറിയത്. കാരണം എന്ത് പ്രവചനമെന്ന് പറഞ്ഞാലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെറ്റാമല്ലോ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ കൃത്യമായിട്ടത് നിറവേറുന്ന ഒരു കണക്കാണ്, ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്രമാത്രം സ്പെസിഫിക് ആയിട്ട് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ആ സമയം ഏതായിരിക്കുമെന്നും എന്തായിരിക്കുമെന്നും ഒക്കെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടും അവര് കാലലക്ഷണങ്ങളെ അല്ലെങ്കിൽ കാലാവസ്ഥയെ എല്ലാം അവര് നന്നായിട്ട് അവർ വിവേചിക്കും. അതിനെ വേണ്ട, ഇന്ന് മഴ പെയ്യുമോ മഴ പെയ്യത്തില്ലേ, കാറ്റടിക്കുമോ കാറ്റടിക്കത്തില്ലേ. കർത്താവിന്റെ ദാസൻ അതിന്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചല്ലോ, അതുകൊണ്ട് ഞാനത് വിവരിക്കാനായിട്ട് നിൽക്കുന്നില്ല. കാരണം ഇങ്ങനെ കാലലക്ഷണങ്ങളെ വിവേചിക്കാൻ അറിയുന്നു എങ്കിൽ നിങ്ങൾ കാലലക്ഷണങ്ങൾ ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എങ്കിൽ, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നമുക്കറിയാം, ശിമയോനും അന്നെ എന്ന് പറയുന്ന രണ്ട് വ്യക്തികള്, പ്രായമുള്ള വ്യക്തികള് ദേവാലയത്തിൽ കർത്താവിനെ പരിച്ഛേദന കഴിപ്പാൻ കൊണ്ടുവന്നപ്പോൾ അവര് ആത്മാവിൽ അരുളപ്പാടുണ്ടായിട്ട് അവിടെ കടന്നു വന്ന് ആ ശിശുവിനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. വയോധികര്, കണ്ണിന് കാഴ്ചയില്ലാത്തവര്, ഒരു കേൾവിയില്ലാത്തവരെന്നൊക്കെ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞേക്കാം. എന്നാൽ അവരുടെ ആന്തരിക കർണങ്ങൾ വളരെ വളരെ കൂർമ്മതയുള്ളതായിരുന്നു. ആന്തരികമായ നയനങ്ങൾ വളരെ കാഴ്ചശക്തി ഉള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നമുക്ക്, എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് തുടർന്ന് നമുക്ക് കാണാം, പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിനും കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് വ്യക്തമായിട്ട് എഴുതിയേക്കുക. അപ്പൊ ഇതിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി എന്തായിരുന്നെന്നുള്ളത് തന്റെ പ്രവാചകന്മാർ മുഖാന്തരം ഭാഗമായിട്ടും വിവിധമായിട്ടും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആ കൃത്യമായ അത്
ആത്മാവിൽ കർത്താവിനെ പിൻപറ്റുന്നവർക്ക്, അല്ലെങ്കിൽ ആത്മാവിൽ ഇത് കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, അന്നെന്നുള്ള പോലെ ഇന്നും ഉള്ള ഒരു സാഹചര്യം അത് തന്നെ. കേവലം ബുദ്ധിപരമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ആത്മീയമായ കാര്യങ്ങളെ പലപ്പോഴും വിവേചിക്കാനായിട്ട് കഴിയത്തില്ല. പല കാര്യങ്ങളും അപകടം എന്ന് പറയുമ്പം അവർക്ക് എന്ത് അപകടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്, എന്ത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്? ബുദ്ധിപരമായിട്ട് ഇത് ഇടുവാണെങ്കിൽ എക്സിന് വേണമെങ്കിൽ 5 10 100 200 ഒക്കെ വിലയിടാമല്ലോ. എക്സ് ഈസ് ഒരു മാത്തമാറ്റിക്സ് നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഒരു വേരിയബിൾ ആണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് പോയാ പോരെ, അങ്ങനല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യങ്ങളെ ബുദ്ധിപരമായിട്ട് സമീപിക്കുന്നവർക്ക് പലപ്പോഴും ആത്മീയമായിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അപകടങ്ങൾ നമുക്ക് മനസ്സിലാവത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അത് കർത്താവിന്റെ ഒന്നാമത്തെ ജഡാവതാരത്തെ കുറിച്ചാണെങ്കിലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണെങ്കിലും ഒക്കെ അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ എന്താ? എല്ലാം പിതാക്കന്മാരുടെ കാലത്ത് ഇരുന്ന പോലെ ഇരിക്കുന്നല്ലോ, ഒരു വ്യത്യാസവുമില്ല. അവന്റെ വാഗ്ദത്തം എവിടെ, പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ എന്ന് പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ കഴിയാതെ വണ്ണം അത് വളരെ കൺസീൽഡ് ആയിട്ട്, വളരെ മറഞ്ഞിരിക്കുന്ന നിലയിലാണ് കാര്യങ്ങളായിരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ വിഷയങ്ങളെ, ദൈവിക വാഗ്ദത്തങ്ങൾ, നമുക്കറിയാമല്ലോ, ആ 3 വിദ്വാൻമാർ വന്ന് ചോദിച്ചപ്പോൾ മശീഹ എവിടെ ജനിക്കും? ഇന്ന സ്ഥലത്ത് കൃത്യമായി ജനിക്കും. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ഒരു സാക്രിഫൈസ് ആയിട്ട് തീരുന്നത്, ഇതൊന്നും ഗ്രഹിക്കാതെ കേവലം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രം വെച്ചോണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ മാത്രം ഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു വലിയ വിപ്ലവ നായകനായിട്ടൊക്കെ മശീഹയെ സങ്കല്പിച്ചത് കൊണ്ടായിരിക്കാം ഈ സൗമ്യനായ, തച്ചന്റെ മകനായ, സൗമ്യതയും താഴ്മയും ഉള്ളവനായിട്ടുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവിടെ ചോദിക്കുകയാണ്, കാലത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിക്കാൻ കഴിയുകയില്ല എന്ന്. കാരണം ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്താ? ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് തന്നെ തന്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതും അവൻ പാപങ്ങൾക്ക് പരിഹാരമായി തീരുന്നതും അല്ലാതെ വേറെ ഒരു കാര്യമൊന്നുമല്ല. ക്രിസ്തുവാണ് ഇതിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള സബ്ജക്ട്, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ ഏത് ഭാഗത്ത് എങ്ങനെയെടുത്ത് അതിനെ വ്യാഖ്യാനിച്ചാലും ഈ ക്രിസ്തു എന്നുള്ള ആ പോയിന്റിലേക്ക് എത്താതെ ഒരു വ്യക്തിക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ചില ആൾക്കാർ പറയുന്ന പോലെ ഏത് ഭാഗത്ത് ശരീരത്തിൽ ഒരു മുറിവുണ്ടായാലും രക്തം വരും എന്ന് പറഞ്ഞതുപോലെയാ ദൈവവചനത്തിലെ ഏത് ഭാഗമെടുത്ത് വ്യാഖ്യാനിച്ചാലും അത് ക്രിസ്തു, ദൈവത്തിന്റെ എല്ലാവർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ മാർഗമായിട്ടുള്ള ക്രിസ്തുവിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളത് മനസ്സിലാക്കും. എന്നാൽ അവർ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയാത്തവരായിട്ട് തീർന്ന് വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അത്ഭുതങ്ങൾ നമുക്കറിയാം, പ്രകൃതിയുടെ മേൽ, ജീവന്റെ മേൽ, അതുപോലെ ആ നിലയിലുള്ള പല അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു കഴിഞ്ഞതിന് ശേഷവുമാണ് ആകാശത്തു നിന്ന് നീ ഒരു അത്ഭുതം ചെയ്യണമെന്നൊക്കെ വന്ന് പറയുന്നത്. നോക്കിയാട്ടെ, ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു, യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല, പിന്നെ അവൻ അവരെ വിട്ടുപോയി. അപ്പം ഓരോരുത്തരും ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്വയം തെളിയിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത നമുക്കൊക്കെ ഉണ്ട്. നമ്മളെ പറ്റി ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ, അയ്യോ ഞാനല്ല കേട്ടോ, ഞാൻ അങ്ങനെ അല്ല കേട്ടോ എന്നൊക്കെ തല തല്ലി കീറി നെഞ്ചു പിളർന്ന് കാണിച്ചൊക്കെ നമ്മളെ ആത്മാർത്ഥത തെളിയിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെയാണ് നമ്മള്. കർത്താവ് അതിനൊന്നും നിന്നില്ല എന്നുള്ളതും, ഈവൻ താൻ വിധിക്കപ്പെടുകയും താൻ മരണത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിചാരണയിൽ പോലും വളരെ സ്റ്റേണായിട്ടും വളരെ സമചിത്തതയോടെയും കൂടെ അതിനെ ഫേസ് ചെയ്യുന്ന കർത്താവിനെ, തന്റെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും അല്ല ശ്രമിച്ചത്. അവിടെയും അവരുടെ രക്ഷയിലേക്ക് വരാനും അവര് കാര്യങ്ങൾ തിരിച്ചറിയാനും തക്കവണ്ണമുള്ള നിലയിലാണ് കർത്താവ് പല കാര്യങ്ങളും പ്രതിവചിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ നിന്ന് അയ്യോ അയ്യോ അയ്യോ. നമുക്കറിയാമല്ലോ, ഒരു വലിയ വിശാലമായ ഒരു റൂമിൽ ഒരാൾ ഇടിക്കാൻ കയറി കഴിഞ്ഞാൽ ഇടി കൊള്ളുന്നവൻ അതിന്റെ മൂലയ്ക്കോട്ട് പോയി നിന്ന് അവസാനം പതുങ്ങി തലയും കൈവച്ച് കുനിച്ചു നിൽക്കുന്നത് പോലെ ഒന്നും നിൽക്കാനായിട്ട് അദ്ദേഹം റെഡിയല്ല. അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അയ്യോ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ വെറുതെ എന്നെ കുറിച്ച് വിചാരിക്കുന്നതാ
ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ, എന്റെ ആത്മാർത്ഥത അറിയത്തില്ലേ. നമുക്കറിയാമല്ലോ, എത്ര കൂടുതൽ നമ്മൾ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചാലും കൂടുതൽ അപരാധിയാക്കുകയല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ആകുകയല്ലാതെ, നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നതും നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്നോ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവോ ഒക്കെ കാണിച്ചു തരേണ്ട കർത്താവാണ്. കർത്താവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, അല്ലാതെ വേറെ ആരെയും അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. ദൈവവചനത്തിലെ സത്യങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം തന്നതുപോലെ കാര്യങ്ങളൊക്കെ പറയാനും നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അവര് നിങ്ങൾക്ക് ഇനി ആകെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. ആ അടയാളം സകല ലോകത്തിനു വേണ്ടി ഉള്ള ഒരു അടയാളമാണ്. ആ അടയാളം നിങ്ങൾ ആ, മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ യോന ഇരുന്നത് പോലെ തന്നെ ഇരിക്കും എന്ന് പറയുന്ന കാര്യമാണ്. അവന്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അതാണ് ഇനി നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ലഭിക്കാൻ പോകുന്ന അടയാളം. നിങ്ങളുടെ അവസ്ഥ എന്താണെന്നും നിങ്ങളുടെ പാപകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്നും അതിൽ നിന്ന് ദൈവം നിങ്ങളെ എങ്ങനെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നെന്നും അത് ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുമുള്ള ആ സുവിശേഷം, അതിനുള്ള അടയാളമായിട്ട് ഈ ഈ യോന പ്രവർത്തിച്ചതുപോലെ തന്നെ, യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രനും അതുപോലെ തന്നെ ആയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ പോകുന്ന അടയാളം എന്ന് പറയാനായിട്ട് ഇടയായി. പല ആൾക്കാരുടെ വിചാരം ചില പല അത്ഭുതങ്ങൾ നടന്നു കാണാം. ഞാനും പണ്ട് വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ, ഏലിയാവ് ചെയ്തതുപോലെ ഒരു അത്ഭുതമൊക്കെ നടന്നാൽ ഈ തൃശ്ശൂർ നഗരം മുഴുവൻ സുവിശേഷീകരിക്കപ്പെട്ടേനെ. കാരണം അവിടെയുള്ള പല ഭവനങ്ങളിലും കടന്നുപോയി ട്രാക്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പല പരിപാടിയും ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് എൻ്റെ പാസ്റ്ററോട് കൂടെ. എന്നാൽ പലപ്പോഴും ഞങ്ങൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഓ, ആ ഏലിയാവ് ചെയ്തതുപോലെ ഒരു അടയാളം ഇവിടെ നടന്നാൽ ദേശം മുഴുവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ദേശം മുഴുവനെ മൊത്തമായിട്ട് രക്ഷിക്കുന്നതിലാ നമ്മുടെ അന്നുണ്ടായിരുന്ന താല്പര്യം എന്ന് പറഞ്ഞതുപോലെ, എന്ന് ആഗ്രഹിച്ചതുപോലെ നമുക്കിവിടെ കാണാൻ, നമുക്ക് ഈ ഇതുപോലുള്ള പല അത്ഭുതങ്ങൾ നടക്കാത്തതാണ് ഇന്നത്തെ സുവിശേഷ വേലയുടെ തടസ്സം. അതൊന്നും നടന്നു കിട്ടിയാൽ, അയ്യോ, ഇന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് എപ്പോൾ നോക്കിയാലും ബൈബിൾ സ്റ്റഡിയും പ്രസംഗവും അല്ലാതെ വേറൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എന്താ ഈ ബൈബിൾ സ്റ്റഡിയുടെയും പ്രസംഗത്തിന്റെയും പ്രസക്തി? ഈ ബൈബിൾ സ്റ്റഡിയുടെയും പ്രസംഗത്തിന്റെയും പ്രസക്തി എന്ന് പറയുന്നത്, ഒരു ദൈവസഭയിൽ നടക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷ ഈ ബൈബിൾ സ്റ്റഡിയും പ്രസംഗവുമാണ്. ദൈവവചനത്തിന് പഠിപ്പിക്കല ഒരു സഭയിൽ നടക്കേണ്ട, അടിസ്ഥാനപരമായി നടക്കേണ്ട കാര്യം. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു വീട്ടിൽ എന്തോ അപ്പൊ നമ്മൾ ചോദിക്കുക, ഇവിടെ ദാലും ചോറുവേ ഉള്ളു. ഈ ഒരു ദാലും ചോറും അല്ലെങ്കിൽ സാമ്പാറും ചോറും എന്നുള്ളത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോലെ ദൈവസഭയിൽ നിരന്തരമായിട്ട് നടക്കേണ്ട ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പഠിപ്പിക്കല, ദൈവവചനം പഠിപ്പിക്കല. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ച് സുവിശേഷത്തിൽ വിശ്വാസമില്ലാത്ത ചിലർക്ക് ആ ഇനീഷ്യലായിട്ടുള്ള ഒരു 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 മനംതിരിവ് ഉണ്ടാകാമെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കും. നിരന്തരമായ ദൈവവചന പഠനം കൊണ്ടും ദൈവവചന ധ്യാനം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താലുമാണ് നമ്മുടെ ആദാമ്യ സ്വഭാവം രൂപാന്തരത്തിലേക്ക് വരുന്നത്, നമ്മുടെ ആദാമ്യ സ്വഭാവത്തിന് വ്യതിയാനം വരുന്നത്. നമ്മുടെ പല കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ പല നടപടികൾക്കും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കും സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് നമ്മൾ പറയുന്ന പോലെ സ്വയം പരിശോധന നടത്താനും, നമ്മൾ ആ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മുടെ നിഴലിനെ കണ്ട് അല്ലെങ്കിൽ ആ പ്രതിബിംബത്തെ കണ്ട് നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഹിതപ്രകാരം രൂപാന്തരപ്പെടുന്നത് ഈ വചനധ്യാനത്തിലൂടെ, വചന പഠനത്തിലൂടെയുമാണ്. വെറുതെ പഠിക്കുകയല്ല, അവിടെ ഇവിടെയും കുറെ വാക്യമുണ്ടെന്ന് പഠിക്കുകയല്ല, അതിന്റെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാതുള്ള പഠിത്തത്തെ ഒരിക്കലും നമുക്ക് പഠനം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. എന്താണ് ഇതിന്റെ ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞേക്കുന്നതിന്റെ സ്പിരിറ്റ് എന്താണ് അതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ വചനധ്യാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, വചന പഠനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ അതിനെക്കുറിച്ചുള്ള ഒരു 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 ബുദ്ധിപരമായിട്ടുള്ള ഒരു പഠനം മാത്രമല്ല, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് ഈ പഠനവും ഈ കാര്യങ്ങളും ഒക്കെ എത്തിച്ചേരണം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിയാട്ടെ, ഞാൻ ഈ പഠനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നല്ലോ. അപ്പം ഈ നിലയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം ആയിത്തീരാനും
ഒരു നമ്മുടെ ഓരോ കാര്യങ്ങളിലും കർത്താവ് ഇന്നൊരു മിറക്കിള് മാത്രം ചോദിച്ച് ജീവിക്കുന്ന ചിലരുണ്ട്. നമ്മളിപ്പോ അവരോട് ചോദിക്കും, അല്ല സഹോദര സുവിശേഷം വല്ലതും കേട്ടിട്ടുണ്ടോ? ഓ, എന്റെ ഉപ്പാപ്പന് സംഭവിച്ച ഒരു അത്ഭുതം കേൾക്കണോ ബ്രദറെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ചോദിക്കുന്നതിന് പകരം അവൻ പറയുന്നേ ഉപ്പാപ്പന് സംഭവിച്ചത്, ഇല്ലെങ്കിൽ പണ്ട് ഇന്ന ആള് എന്റെ ഇന്ന അമ്മാച്ചൻ ബിഷപ്പാന്ന് പറയുക. ഇതൊക്കെ സാധാരണഗതിയിൽ സുവിശേഷത്തിന്റെ സത്യങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന മനുഷ്യന്റെ ചില മെക്കാനിസങ്ങളാണ്. ഈ അമ്മാച്ചൻ ബിഷപ്പ് ആയതുകൊണ്ട് ദൈവത്തിനോട് അടുത്ത ആളാണ് ഞാനെന്ന് തെളിയിക്കാനാ പലരും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പറയും, അയ്യോ അന്ന് വയറുവേദന പിടിച്ചപ്പോ ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതേ ഉള്ളൂ ബ്രദറെ, വയറുവേദന അങ്ങ് മാറി. അത് ശരി, വയറുവേദന മാറി. ഇന്നും ഇനി വേറൊരു വയറുവേദന മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഈ വിശ്വാസത്തിലും ഇതിലുമൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി? അതോ ഒരിക്കൽ മാറ്റിയത് മതിയോ? അതോ ജീവിതകാലം മുഴുവൻ ഈ വയറുവേദനയും വയറ്റിളക്കവും ഒക്കെ മാറ്റിയാലേ യേശു കർത്താവ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ? ഒരിക്കൽ അത്ഭുതം കണ്ടവർ പിന്നെയും 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 അത്ഭുതം കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഒരു അടയാളമായി തീരുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ, അത് ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തിക്ക് വരാനും അവന്റെ ദൈവത്വത്തെക്കുറിച്ചും കർത്താവിന്റെ സുവിശേഷത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും മാനസാന്തരപ്പെടേണ്ട അതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒന്നും വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളല്ല ആയി തീരുന്നില്ലെങ്കിൽ എന്തിനായി മിറക്കിള് കാണുന്നത്? എന്തിനായി മിറക്കിളിന്റെ ആവശ്യം? വേറെ ഏതെങ്കിലും മജീഷ്യൻസ് ചെയ്യുന്നത് പോയി കണ്ടാ പോരെ? അപ്പം അത്ഭുതം നടക്കുന്നോ നടക്കുന്നില്ലേ എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമല്ല. നിശ്ചയമായും അത്ഭുതങ്ങൾ ഒന്നും നിന്നു പോയിട്ടില്ല. അത്ഭുതങ്ങൾ വേണ്ടത് തന്നെയാണ്. ദൈവഹിതപ്രകാരം അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുക, ഒരിക്കലും സുവിശേഷന്മാര് കടന്നു നിന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ചില സ്വപ്നങ്ങളിലൂടെയും ചില വെളിപ്പാടുകളിലൂടെയും ഒക്കെ കർത്താവ് തന്നെ വെളിപ്പെടുത്തി ചില വ്യക്തികൾ ക്രിസ്തുവിലേക്ക് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം, 1-ാം നൂറ്റാണ്ടിലെ സംഭവമായി ഇതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു, അയ്യോ 1-ാം നൂറ്റാണ്ടിലൊന്നും അല്ല, ഇന്നും നടക്കുന്നു. 1-ാം നൂറ്റാണ്ടിലല്ല, ഇന്നും നടക്കുന്നു. എന്നാൽ ഈ മൈക്രോസ്കോപ്പും ഇതുപോലെ ബൈനോക്കുലറും അതുപോലെ വീഡിയോ ക്യാമറയും ഒക്കെ വെച്ച് നടക്കുന്നവർക്ക് അത് കാണാൻ കഴിയത്തില്ല. അങ്ങനെ കാണിക്കുന്ന ചില അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഫേക്ക് ആയിട്ടുള്ള പല കാര്യങ്ങൾ. അതിനെക്കുറിച്ചല്ല പറയും. ജെന്യുവൻ ആയിട്ടുള്ള അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്, ദൈവഹിതപ്രകാരം നടക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ പഠനവും ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് അത്യന്താപേക്ഷിതം എന്ന് പറയേണ്ടത് ഇനിയും ഒരു അത്ഭുതം കൂടെ ചെയ്താൽ കർത്താവെ ഞാനങ്ങ് വിശ്വസിച്ചേക്കാം എന്ന് പറയുന്ന നിലപാടല്ല. അത് ശരിയായ നിലപാടേ അല്ല. കാരണം ഏറ്റവും വലിയ അത്ഭുതം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നത് അല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ, ലോകത്തിൽ നടക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ലോകത്തിൽ നടക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതത്തിന് നമ്മൾ അനുഭവസ്ഥരായി തീർന്നു കഴിഞ്ഞു. ഇനി ഈ അത്ഭുതത്തിലേക്ക് അനേകരെ നടത്തത്തക്കവണ്ണം അതിന്റെ സാക്ഷികളായി തീരുക, അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമായി നിലനിൽക്കുക എന്നുള്ളതാ ദൈവത്തിന്റെ ഭക്തന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ പരീശന്മാരുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ വിശ്വാസികളായ നമുക്കും ഉണ്ടാകാറുണ്ട്. എന്റെ മോന് ഇന്ന വിഷയമുണ്ട്, അതിലൊന്ന് പ്രവർത്തിച്ചാൽ. അപ്പൊ ഇത് നേരത്തെല്ലാം വിട്ടുകളഞ്ഞു, തങ്ങളുടെ മുന്നിലുള്ള പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു കളയുകയും ഹർസ്വദൃഷ്ടിയായി തീരുകയും ചെയ്തവരാണ് ഇതുപോലുള്ള കർത്താവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ശുഷ്കാന്തി ഇല്ലാത്തവരും നിഷ്ഫലന്മാരുമായിട്ടിരിക്കുന്നത്. കർത്താവെ, നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നിന്റെ ജീവൻ അർപ്പിച്ചു എന്റെ ജീവിതത്തിൽ, പാപിയായ എന്റെ ജീവിതത്തിൽ വെളിച്ചം നൽകി. കർത്താവെ, നീ എന്നെ കൃപയിലേക്ക് നടത്തിയിരിക്കുന്നു. ഇനി ഒരു അത്ഭുതവും നീ എന്റെ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിലും നീ കർത്താവാണ്, രാജാവാണ്, നീ എന്റെ ആത്മരക്ഷകനാണ് എന്നുള്ള കൺവിക്ഷനിൽ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ഡോണ്ട് നീഡ് എനി മോർ മിറക്കിൾസ് ടു നോ ദാറ്റ് യു ആർ ദ ലോർഡ്. കർത്താവെ, നീയാണ് കർത്താവെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ഞാൻ ചില സമയങ്ങളിൽ ചോദിക്കുന്ന എന്റെ ആ ബുദ്ധിമോശത്തെ നീ ഒന്ന് ശാസിക്കണമേ കർത്താവ്, അത് തിരിച്ചറിയാനായിട്ട് എന്റെ ജീവിതത്തിൽ ഇടയാക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ആകാശ ലക്ഷണങ്ങളെ വിവേചിക്കുന്ന നമുക്ക് കാലത്തെ ഒന്ന് വിവേചിക്കാം. അന്നത്തെ കാലം കർത്താവിന്റെ ജഡാവതാരത്തെ കുറിച്ച് അവർ വിവേചിക്കുകയും അറിയുകയും ആത്മാവിൽ ഗ്രഹിക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇന്നത്തെ ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ വായിക്കുന്ന ഈ സമയങ്ങളെ നമുക്കൊന്ന് തിരിച്ചറിയണം.
പല നിലകളിലുള്ള ഉപദേശങ്ങളും പല നിലകളിലുള്ള പുളിച്ചമാവും പല നിലകളിൽ വിശുദ്ധന്മാര് ശ്രദ്ധിച്ചില്ലെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പറയാതിരിക്കാൻ വയ്യ എന്നാണ് അതിന് ഞാൻ അത് അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും പല നിലകളിൽ പലതും പറഞ്ഞെന്ന് വരും. എന്നാൽ നമുക്കൊക്കെ എല്ലാവർക്കും വലിയ ജ്ഞാനികളോ വലിയ ആൾക്കാരോ ആയിട്ട് മാത്രം ഇനി നീ സുവിശേഷം പറഞ്ഞാൽ മതി എന്നൊന്നും ആർക്കും ആരോടും പറയാനായിട്ട് കഴിയത്തില്ല. സുവിശേഷം ഏത് പണ്ഡിതനും പാമരനും അവൻ അറിയാവുന്ന പരിജ്ഞാനത്തിൽ അവൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വെറുതെ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ പല ആൾക്കാരുടെ മുന്നിൽ കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുകയും നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയും വചനം അറിയിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടെയാ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സാക്ഷിക്കുന്നതിനെയും വചനം പറയുന്നതിനെയൊക്കെ കുറിച്ച് ഒരു ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്നത് ആത്മീയ ജീവിതത്തിന്റെ ശ്വാസോച്ഛ്വാസമാണെന്ന. ക്രിസ്തുവിനെ വിശ്വസിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെയും അത് അത് വായു പുറത്തേക്ക് വിടുന്നത് അത് കർത്താവിനെ സാക്ഷിക്കുകയും ഇവാഞ്ചലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചുമാണ് എന്നൊരു ദൈവഭക്തൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ഒരു വിഷയത്തിൽ ആർക്കും ആരെയും വിധിക്കാനുള്ള അധികാരമോ അല്ലെങ്കിൽ ഞങ്ങള് പറഞ്ഞിട്ടേ നിങ്ങളത് ചെയ്യാവൂ എന്ന് പറയാനോ ഒന്നും ഒരു സാധ്യതയുമില്ല. അങ്ങനെ വാദിക്കുന്നവര് അവര് തലമറന്ന് എണ്ണ തേക്കുകയാണ് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അതിൽ കൂട്ടുനിൽക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരും അതേ മനോഭാവമുള്ളവർ തന്നെയാണ്. അതും പറയുന്നതിൽ വിഷമമില്ല. എന്തായാലും കാര്യങ്ങള് വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറയുന്ന പോലുള്ള ഒരു രീതിയിലാണല്ലോ ഞാൻ സാധാരണ പറയാറ്. അതുകൊണ്ട് തന്നെ അത് പറയുക. അവിടെ ആരെങ്കിലും ഓമനിച്ച് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ ഈ പറയുന്നത്. തുടർന്ന് നമുക്ക് വായിക്കുന്നത്, ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ച ഒരു കാര്യം തന്നെയാ. അപ്പം എടുക്കാനായിട്ട് മറന്നുപോയപ്പം എന്താണ് ഈ വിശ്വാസം എന്നുള്ളത് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെ തിരിച്ചു നോക്കി അതിൽ നിന്ന് ധൈര്യം പ്രാപിച്ച് ആ കർത്താവ് നല്ലവനും വിശ്വസ്തനുമാണ്, ലക്ഷ്യം വരെ നടത്താൻ കഴിയുന്ന കർത്താവാണെന്ന് തിരിച്ചറിയുക. ഓരോ മിറക്കിള് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോഴും നമ്മുടെ വിശ്വാസം കുറയുകയല്ല വേണ്ടിയേ, ആ മിറക്കിളിന്റെ അനുഭവത്തിൽ നിന്ന് അതിൽ നിന്ന് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും കൂടുക വേണ്ടിയത്. എന്നാൽ സംഭവിക്കുന്നത് ഒരിക്കലും ഒരു മിറക്കിള് സംഭവിച്ചു, അടുത്ത വട്ടം ഇനി അത് സംഭവിച്ചില്ലെങ്കിലോ എന്ന് വെച്ച് ഭാരപ്പെടുന്നവരെയാ കൂടുതൽ കാണാൻ കഴിയുന്നത്. കർത്താവിനോട് ദൈവസന്നിധി നമുക്ക് പറയാം, ലോർഡ് യു ഹാവ് ഗോട്ട് യുവർ ഓൺ വേ. അത് എല്ലാ സമയത്തും എല്ലാം അന്ന് നടത്തിയതുപോലെ തന്നെ നടത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം, നമ്മളെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല, ഒരിക്കലും കൈവിടുകയുമില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, ആകയാൽ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് പറയാനായിട്ട്. നോക്കിയാട്ടെ, അവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. അപ്പോഴാണ് യേശു അവരോട് പറഞ്ഞത്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീ. നമുക്കറിയാം അത് എന്തിനെക്കുറിച്ചാണ്. അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചു. ദൈവവചനം നൽകപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താ? ദൈവവചനം എന്തിനാ നൽകപ്പെട്ടേക്കുന്നത്? നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ദൈവവചനത്തിൽ പറയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഏത് വ്യക്തിയെക്കുറിച്ചാണോ ആ വ്യക്തിയാണ് ക്രിസ്തു. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ഈ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, അങ്ങനെ പോകണം അങ്ങനെ പോകരുത് എന്നൊക്കെയുള്ള ചില പ്രിമിറ്റീവായിട്ടുള്ള നിലയിലുള്ള ചില കാര്യങ്ങളിലുള്ള അറിവല്ല. അത് നൽകിയ ആ ന്യായപ്രമാണത്തെ കുറിച്ച് മാത്രമല്ല, ന്യായപ്രമാണ കർത്താവിനെ കുറിച്ചും കൂടെ നമ്മൾ അറിയണം എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ന്യായപ്രമാണ കർത്താവിനെ അറിയുന്നില്ല. ന്യായപ്രമാണം അവര് വിശദീകരിച്ച് അവര് പിന്നെയും അതിനെ ഇന്റർപ്രലേറ്റ് ചെയ്ത്, ദൈവദാസൻ പറഞ്ഞതുപോലെ ശബ്ദത്തിനെ കുറിച്ച് മാത്രം 600-ൽ കൂടുതൽ കൽപ്പന ഭയങ്കരമായി പോയി, ഭയങ്കര ഇന്റർപ്രിട്ടേഷൻസ് ആയിപ്പോയി. കാരണം ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നു, അപ്പൊ തോന്നി അത് അത്രയൊന്നും ശരിയായില്ല, കുറച്ചുകൂടെ അത് മിനുക്കാനുണ്ട്, വേറൊരു ഇന്റർപ്രിട്ടേഷൻ വന്നു. ഇങ്ങനെ അക്ഷരീയമായിട്ടൊരു കർമ്മത്തെ ഒരു
ഒരു കർമ്മത്തെ അതിനെ ശ്രേഷ്ഠമാക്കുന്ന ഒരു നിലയിൽ അവർ പോവുകയാണ്. അങ്ങനെ ആ ശ്രേഷ്ഠമാക്കാൻ പോയതിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവവചനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശവും ആ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടും. ഇന്നലെ തന്നെ ഒരു പ്രിയ സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചോദ്യം ഉത്തരം വെച്ചുകൊണ്ട് കടന്നു വന്നു. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ കർത്താവ് അക്ഷരീയമായിട്ട് ശബ്ബത്ത് അത് ആചരിക്കാത്തത് കൊണ്ട് കർത്താവിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. അപ്പോൾ എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് തന്നെ അത്ഭുതമായി പോയി. പിതാവ് 6 ദിവസം വേല ചെയ്തിട്ട് അല്ലെങ്കിൽ തന്റെ സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം വിശ്രമിച്ചതായിട്ടാണല്ലോ വചനത്തിൽ വായിക്കുന്നത്. പിന്നെ എന്ത് വേലയാ അദ്ദേഹം ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തിങ്കൽ നിന്ന് വന്നവനാണെങ്കിൽ ഈ ശബ്ബത്തിനെ അക്ഷരീയമായിട്ട് മാനിക്കുകയും ഈ ശബ്ബത്തിനെ കുറിച്ച് അദ്ദേഹം പൊക്കിപ്പറയുകയും ചെയ്യുമായിരുന്നല്ലോ. എന്നാൽ ഈ ശബ്ബത്തിനെ കുറിച്ച് ചോദ്യം ചെയ്തവരെ കർത്താവ് കഴിഞ്ഞ നമ്മൾ 12-ലോ 13-ലോ നമ്മൾ കർത്താവ് അവരെ എക്സ്പോസ് ചെയ്യും. അവർക്ക് വാക്കില്ലാത്തവരായിട്ട് തീർന്നു. കാരണം നിന്റെ മകനോ ഒരു നിന്റെ ആടോ കുഴിയിൽ വീണ ശബ്ബത്ത് തീരുന്നത് വരെ നീ അതിനെ രക്ഷിക്കാതിരിക്കുമോ? ആലയത്തിൽ വെച്ച് മഹാപുരോഹിതന്മാര് ഇത് ശബ്ബത്തിനെ ലംഘിക്കുന്നില്ലേ? ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് ആ കർത്താവ് അവിടെ അവരെ പ്രസ്താവിക്കുകയും അവർക്ക് ഉത്തരമില്ലാത്തവരായിട്ട് കർത്താവിനെ കൊല്ലാനായിട്ട് ഹെരോദ്യരുമായിട്ട് ചേർന്ന് കൊല്ലാനായിട്ട് ആഗ്രഹിച്ചു എന്ന് നമ്മൾ തുടർന്ന് വായിക്കുന്നു. നോക്കിയാട്ടെ അവിടെ എന്നിട്ട് പറയുകയാണ്, ഇതാണ് പുളിച്ച മാവ്. അവരുടെ ഉപദേശം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പോർച്ചുഗീസുകാരൻ വന്നപ്പം അദ്ദേഹത്തിന് പഴം കൊണ്ട് കൊടുത്തപ്പം പഴത്തിന്റെ തൊലി തിന്നിട്ട് അവര് ആ പഴമെടുത്ത് അദ്ദേഹം എടുത്ത് ദൂരെ കളഞ്ഞുവെന്ന് ഒരു തമാശയ്ക്ക് പറയുന്നയാ. അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. അതിനി അങ്ങനെ ഒരു ആക്രമണമായിട്ട് തീരണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ പഴത്തിന്റെ തൊലി തിന്നേച്ച് അതിന്റെ ഉള്ളിലുള്ള പഴം എടുത്ത് കളയുന്നത് പോലെയാണ് അന്നത്തെ അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പല ഇന്റർപ്രിട്ടേഷൻസും ഈ നിലയിൽ പോകുന്നത്. നമുക്ക് തന്നെ അറിയാം. ഈ സമയത്ത് വേറൊരു റൂം ക്രിസ്ത്യൻ ചർച്ചിനെ കുറിച്ചും ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം. എനിക്കതിൽ തോന്നുന്ന ഒരു സന്തോഷം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനായിട്ടൊന്നും പറയാതെ അവര് തന്നെ അവരെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അവര് ആരെങ്കിലും നഷ്ടപ്പെട്ടവരെന്നോ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരെന്നോ ദൈവമക്കളല്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. എന്നാൽ ചില പിഴവുകൾ അതിലുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ അത് വചനത്തിലെ ഒരു ആശയം പറയുമ്പോൾ വചനത്തെ വചനം കൊണ്ട് വചനത്തിലൂടെ തന്നെ അത് തെളിയിക്കേണ്ടതിന് പകരം വ്യക്തിഹത്യയിലേക്കും വ്യക്തികളെ ആക്രമിക്കുന്നതിലേക്കും അവരെ കുറ്റപ്പേര് വിളിക്കുന്നതിലേക്കും ഒക്കെ പോകുമ്പോൾ തന്നെ അത് ആശയ ദാരിദ്ര്യമല്ലേ വെളിപ്പെടുത്തുന്നത് എന്നെനിക്ക് പലപ്പോഴും എൻ്റെ ഉള്ളിൽ വരാറുണ്ട്. എന്നാലും അവര് കഴിഞ്ഞ ദിവസങ്ങളിലിട്ട് 2 റൂമുകളും കേൾക്കാനിടയായി തീർന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർ എന്താണോ അവരെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അവർ തന്നെ സ്വയം അറ്റസ്റ്റ് ചെയ്യുന്ന അനുഭവങ്ങളായിട്ട് തീരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി ഞാൻ അതിനുവേണ്ടി റൂമിട്ടോ അതിനുവേണ്ടി തിരിച്ചോ ഒന്നും പറയേണ്ട കാര്യമില്ല. നിശ്ചയമായിട്ടും നമ്മളിവിടെ ഇതിനെക്കുറിച്ച് പറയേണ്ട ബ്രദറെ അതിനെ വിട്ടേരെന്നൊക്കെ എനിക്ക് ചാനലിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതേസമയം തന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ മീഡിയത്തിൽ ദൈവവചനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളതും ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള പല സഹോദരങ്ങൾ ഇവിടെ വന്ന് ഇത് കേൾക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റായ നിലയിൽ അത് പഠിപ്പിക്കുമ്പം അത് മാത്രമല്ല നമ്മുടെ പേര് പറഞ്ഞും നമ്മുടെ ക്ലബിന്റെ പേര് പറഞ്ഞും ഒക്കെ അതിനെ അധിക്ഷേപിക്കുന്ന സമയത്ത് അതിനൊരു മൈൽഡായിട്ടുള്ള ന്യായം അത് എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറയുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിനെ ഒന്ന് കടന്നാക്രമിക്കാനോ അവര് എന്റെ ഹൃദയത്തിലെ ക്രിസ്തീയ സ്നേഹം വറ്റിപ്പോകുന്ന നിലയിൽ അവരെ ഐസൊലേറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്താലൊട്ട് ഞാനതിന് കൂട്ടും നിൽക്കത്തില്ല. എന്നാൽ അതേസമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടോ പറയുന്നത് കൊണ്ടോ എന്താ തെറ്റ്? അത് പ്രത്യേകിച്ച് ഏതെങ്കിലും അജണ്ട വെച്ചാണോ ചെയ്യുന്നത്? അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്. അത് വളരെ സ്നേഹത്തിലും ഗ്രഹിക്കാവുന്ന നിലയിലും അത് പറയുന്നതേ ഉള്ളൂ. ആ പറയുന്നതിനുള്ള പ്രതിവാദം കേൾക്കാനും ഞാൻ തയ്യാറാണ്.
അല്ലാതെ അതെല്ലാം അവരൊക്കെ പറയുന്നത് എന്നേക്കും തെറ്റെന്നൊന്നും അല്ല പറയുന്നത്. തിരിച്ചുള്ളതും കേൾക്കാനായിട്ട് തയ്യാറാ, നിശ്ചയമായിട്ടും അത് പറയണം. എന്നാൽ അത് അനാരോഗ്യകരമായിട്ടുള്ള വാദപ്രതിവാദത്തിലേക്കും അനാരോഗ്യകരമായിട്ടുള്ള ചെളിവാരി എറിയലിലേക്കും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം. അതേസമയം ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉപദേശം എന്തുമാത്രം പ്രധാനമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ, കർത്താവ് പറഞ്ഞു, ഈ ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കണം. കാരണം ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ഡോക്ട്രിൻ, ഡോക്ട്രിൻ, പഠിപ്പിക്കൽ. അത് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. നമ്മൾ അങ്ങനല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ഈ ഉപദേശം എന്ന് പറയുന്നത്. കാരണം ശരിയായിട്ടുള്ള ഉപദേശം ഉണ്ടെങ്കിലേ ശരിയായിട്ടുള്ള ജീവിതം ഉണ്ടാവത്തുള്ളൂ. ഒന്നുകൂടെ പറയുക, ശരിയായ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ. ആ ശരിയായ ജീവിതം നമ്മൾ ഇന്ന് ഈ കാലത്ത് നമ്മൾ പറയുന്നത് ശരിയാ, നമ്മൾ ഉപദേശമേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ബന്ധുക്കോസുകാരെ കുറിച്ചൊക്കെ പറയും, ഉപദേശമേ പറയുന്നുള്ളൂ, അവർക്ക് ജീവിതമില്ല. അതായത് വിശുദ്ധനായ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ രണ്ടും വേണം, ഉപദേശവും വേണം, ജീവിതവും വേണം. എന്റെ ഉപദേശത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഞാൻ എന്റെ വായിൽ എടുക്കാൻ പാടില്ലാത്ത വാക്കുകളും പറയാൻ പാടില്ലാത്ത നിലയിൽ സഹോദരനെ പകയ്ക്കുന്ന ഒരു നിലയിലേക്കും പോകുമ്പോൾ ഞാൻ തന്നെ കൊലപാതകനും എന്റെ ഉള്ളിൽ ജീവൻ ശേഷിച്ചിരിപ്പില്ല എന്ന് വചനം പറയുന്ന നിലവാരത്തിലേക്ക് ഞാൻ പോയില്ലേ? അതാണോ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇല്ല, എന്നെ കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് ജെന്റിലായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് കഴിയും, അത് പറയണം എന്നുള്ളത് അപ്പോസ്തലന്മാരത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനം പഠിപ്പിക്കുകയും നമ്മുടെ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നവരെ കൂടെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും ഒക്കെ ഇത് പറയേണ്ടി വരുന്നത്. എന്ന് മാത്രമല്ല, ഈ പറയപ്പെടുന്ന ഉപദേശങ്ങളൊന്നും എനിക്ക് ഹൃദയപരമായിട്ട് അംഗീകരിക്കാൻ കഴിയത്തില്ല. ഒരു കാലത്ത് ഞാൻ കുറച്ചുനാൾ അതിൽ വീണു പോയിരുന്നു എന്നുള്ള ഒരു സംശയം, ഒരു സത്യമാണ്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഒരു 3 വർഷം മുന്നേ ഉള്ളതൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്കിൽ എന്റെ ഫ്രണ്ട്സ് ആയിരിക്കുന്നവർക്കൊക്കെ കാണാൻ കഴിയും. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കോട്ട് ചെയ്യും, അവരുടെ കൊട്ടേഷൻ മാത്രം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ അത് പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലാകുന്നത്, ഇത് സർക്കുലർ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റാണ് ഇവർ ഈ പറയുന്നത്. ഒന്നിൽ നിന്ന് തെറ്റുമ്പോൾ മറ്റൊന്നിൽ നിന്ന് പോകുമ്പോൾ അതിലേക്ക്, അങ്ങനെ സർക്കുലർ ആയിട്ട് ഇത് പറയുന്നു എന്നുള്ളതല്ലാതെ ഈ പല കാര്യങ്ങൾക്കും ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല. അവര് പ്രൂഫ് ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്ന പല കാര്യങ്ങൾക്കും ദൈവവചനത്തിൽ അടിസ്ഥാനവുമില്ല. ആ കോണ്ടക്സ്റ്റ് അനുസരിച്ചല്ല അവർ ഈ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. എനിക്ക് പലപ്പോഴും എന്റെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള ചില ഇൻഫ്ലുവൻസ് കൊണ്ട് ചില സഹോദരങ്ങൾ ഇതിലായി പോകാനും ഇടയായിട്ടുണ്ട്. അതും കൂടെ ഞാൻ പറയുക, എന്റെ കുറ്റമേറ്റ് പറയുക. പിന്നത്തേതിൽ ഞാൻ അവരോട് പോയി പറഞ്ഞ്, ബ്രദറെ അങ്ങനല്ല, അവർ കേൾക്കത്തില്ല. കാരണം എനിക്കത് മനസ്സിലായി, ഇത് വെള്ളത്തിന്റെ ഒരു ചുഴി പോലെ. ചുഴിയിൽ വീണവൻ കൂടുതൽ താഴ്ന്നു പോകുകയല്ലാതെ വേറെ എന്തെങ്കിലും അവനുണ്ടാകൂ എന്ന് പറഞ്ഞതുപോലെ. മാത്രമല്ല, ഇത് തലേ കയറി കഴിയുമ്പോൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം മോശമാണെന്നും അവരെ വന്യമായിട്ട് എതിർക്കാനും അവരെ ഭോഷന്മാരായിട്ട് കാണാനും ബുദ്ധിയില്ലാത്തവരായിട്ട് കാണാനും ഉള്ള ഒരു ട്രെൻഡ് നമ്മളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ആ സ്നേഹം അറ്റുപോയിട്ട് അതുപോലെ ഒരു അവസ്ഥ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ചിലര് അവർക്ക് വീഴുന്നതിന്റെ പക്കത്തായിരുന്നു, അവിടുന്ന് ദൈവകൃപയാൽ വലിച്ചെടുക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി, ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. അവർ ഓൾമോസ്റ്റ് അതിൻ്റെ ഉള്ളിലായി. അങ്ങനെ ഒരു സമയത്താ ഈ കാര്യങ്ങൾ, സഹോദരങ്ങളെ, ഇങ്ങനല്ല. അതിൽ പറയുന്ന പല ഭാഗികമായ കാര്യങ്ങളും ഉണ്ട്, സത്യങ്ങളുണ്ട്. എന്നാൽ തന്നെ അതുകൊണ്ട് എത്തിച്ചു വെച്ചേക്കുന്ന ഒരു സാഹചര്യം, എന്നാൽ ആ കാലത്തുള്ള വിശുദ്ധന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടില്ലേ? നിശ്ചയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ ഉപദേശത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണോ? അങ്ങനെ പറയുകയാണെങ്കിൽ കത്തോലിക്ക സഭയിലുള്ള വിശുദ്ധന്മാരെ പോലും ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലെ, അവരും പലരും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. അത് അവർ പറയുന്ന ഉപദേശം പൂർണ്ണമായതുകൊണ്ടാണ്? ഒരിക്കലും അല്ല. അവർ പറയുന്ന ഉപദേശമല്ല. എന്നാൽ ആ സഭയിൽ നിൽക്കുന്നവരെ കുറിച്ചും അതിൻ്റെ ഉള്ളിൽ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് അവരുടെ പ്രസംഗവും പലർക്കും വെളിച്ചം പകരാനായിട്ട് ദൈവം ഉപയോഗിച്ചു എന്നുള്ളൊരു സത്യമാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആംഗ്ലിക്കൻ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇന്ന് പറയുന്ന CSI, മർത്തോം, ഇങ്ങനെയൊക്കെ പറയുന്ന സഭകൾ ഒരു കാലത്ത് ഉണർവ് സഭകളല്ലായിരുന്നോ? നിശ്ചയമായിട്ട് ഉണർവ് സഭകളായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം കരങ്ങളിൽ എടുത്തവർ തന്നെയാണ്. അതിന്റെ ഫലമായിട്ട് പലരും പല ദേശത്തിന്റെ പല ഭാഗത്തേക്ക് മിഷണറിമാരായിട്ട് പോകാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരുടെ പാട്ട് നമ്മളിന്ന് പാടുന്നു.
ഞാൻ ഇന്നും രാവിലെ വെക്കാൻ ആഗ്രഹിച്ച എൻ നീതിയും എൻ വിശുദ്ധിയും എന്നുള്ള ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായി. അതുപോലെ ഇത് എത്ര ഗാനങ്ങള് നമ്മൾ സാധാരണഗതിയിൽ അത് ഇംഗ്ലീഷ് ട്യൂൺസ് പ്രത്യേക നിലയിലൊക്കെ നമ്മൾ പറയുമെങ്കിലും വളരെ അർത്ഥവത്തായിട്ടുള്ള ഗാനങ്ങളാണ്. എന്ന് വെച്ചിട്ട് അവരുടെ ഉപദേശത്തിന്റെ പൂർണ്ണത കൊണ്ടാണോ ദൈവം അവരെ ഉപയോഗിച്ചത്? എന്നാൽ കർത്താവിന് വേണ്ടി അവർക്കൊരു ഹൃദയമുണ്ടായിരുന്നു, കർത്താവിന് വേണ്ടി അനുസരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ അവര് നമുക്ക് അറിഞ്ഞതോ അറിയാത്തതോ ആയ കാരണങ്ങൾ കൊണ്ടാ ദൈവം അവരെ ഉപയോഗിച്ചത്. അല്ലാതെ ഉപദേശത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമാണ് ഉപയോഗിച്ചതെന്ന് പറയുമ്പം അത് സത്യങ്ങൾക്ക് നിരക്കുന്ന കാര്യമല്ല. കാരണം അവര് അന്ന് പറഞ്ഞു വെച്ചതിൽ നിന്ന് ക്രിസ്ത്യൻ തിയോളജിയും ക്രിസ്തീയ ഉപദേശവും ഒക്കെ എത്രയോ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുക, നമുക്കറിയാം ഞങ്ങളുടെ ഇവിടെയൊക്കെ വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹം CSI സഭകളെ ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ഈ സുവിശേഷ പ്രസംഗത്തിന് തടയിടാൻ വേണ്ടി ആനയെ കൊണ്ടുവന്ന്, ആനയെ ഈ സുവിശേഷ വേലക്കാരനെ ഉപദ്രവിക്കാൻ. എന്നാൽ ആ ദൈവദാസൻ ആ പ്രസംഗിക്കുന്ന അവിടെ നിന്ന് ആനയുടെ നേരെ വിരൽ ചൂണ്ടിയപ്പം ആ ആന അവിടെ കാലുമടക്കി അവിടെ കൊമ്പ് കുത്തിയതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്ര രോമാഞ്ചം നിറഞ്ഞ ചില അനുഭവങ്ങൾ സുവിശേഷകന്മാര് ഈ ദേശത്തൊക്കെ പണ്ടുകാലത്ത് സുവിശേഷം പ്രസംഗിച്ചപ്പം നടന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഞാനിപ്പം ആ സഭയിലാണോ പോകുന്നത്? ആ ദൈവദാസന്മാര് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട്. അവരുടെ സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമായിരുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, നിത്യജീവൻ ഉണ്ടെന്ന് പറയുന്ന സുവിശേഷം ആയിരുന്നു അവർ പ്രസംഗിച്ചത്. അത്തരം ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അവരുടെ ഡോക്ടറിന്റെ ഇത് കൊണ്ടൊന്നുമല്ല. യശശരീരനായിട്ടുള്ള ജോർജ് വെർബർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തായിരുന്നു ജോൺ വെസ്ലിയും ചാൾസ് ഫിന്നിയും പ്രസംഗിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവരുടെ കൂടെ പോയി നിന്ന് പ്രസംഗിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു ജോർജ് വൈറ്റ്ഫീൽഡ് ജീവിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവരുടെ കൂടെ പോയി നിന്ന് പ്രസംഗിക്കുമായിരുന്നു. കാരണം ഒരു ഡോക്ടറൊന്നുമല്ല, സുവിശേഷത്തിന് വേണ്ടി അവരെങ്ങനെ നിന്നു, സുവിശേഷത്തിന് വേണ്ടി അവരെങ്ങനെ ചെലവാക്കപ്പെട്ടു, ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അതാണ് പെർഫെക്റ്റ് ഉപദേശം എന്നൊന്നും ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല. അതിൽ നിന്ന് ക്രിസ്തീയ ദൈവശാസ്ത്രവും അതുപോലെ ദൈവിക വെളിപ്പാടുകളും എത്രമാത്രം മുന്നോട്ട് വന്നു എന്നുള്ളത് നമുക്കറിയാം. അന്ന് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവല്ല അവരെ ഉപയോഗിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവരെ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഉപയോഗിച്ചത്. ആന വന്നപ്പോ പോലും മാറാതെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ധൈര്യവും കൃപയും ആരാ പകർന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ അന്യഭാഷ പറഞ്ഞ് കാണത്തില്ലായിരിക്കും അവര്, വ്യക്തിപരമായിട്ട് നമുക്ക് അറിയത്തില്ല, ഇതൊന്നും പറഞ്ഞ് കാണത്തില്ല. എന്ന് വെച്ച് ആ ദൈവകരങ്ങളിൽ ഉപയോഗിച്ച് ആ ദൈവഭക്തരെ തള്ളിക്കളയാൻ തക്കവണ്ണം ഹൃദയകാഠിന്യം എനിക്കുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഹൃദയകാഠിന്യമില്ല. അദ്ദേഹത്തിന്റെ ഡോക്ടറിന്റെ പെർഫെക്ഷൻ കൊണ്ടല്ല, ആ കാലഘട്ടത്തിൽ അറിയാമായിരുന്ന ദൈവവചനം അവരനുസരിച്ചു, ആ സത്യങ്ങൾക്ക് വേണ്ടി അവർ നിന്നു എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നോക്കിയാട്ടെ, ഇതൊക്കെ പറഞ്ഞ് പലപ്പോഴും ഉപദേശങ്ങളെ ന്യായീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാ സെക്ഷൻസ് ഓഫ് ഇതിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള, നമ്മൾ ചിലപ്പോൾ ദുരുപദേശം എന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികളെ പോലും ദൈവം ചില സാഹചര്യങ്ങളിൽ ചില അവസ്ഥകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശം ശരിയെന്നല്ല ഇതിന്റെ അർത്ഥം. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിച്ചം ഏതെങ്കിലും നിലയിൽ ആ ജനത്തിന്റെ ഹൃദയത്തിൽ എത്തിച്ചേരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മോശെ പാറയെ അടിച്ചപ്പം അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആ ജലം പുറപ്പെടുവിച്ച ദൈവം ഇന്നും ആ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പെർഫെക്ഷൻ ഒന്നും അല്ലായിരുന്നു. ജനത്തെ ഓർത്ത് ദൈവം ആ വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഉപദേശം ശരിയാകണം. ഒരു വ്യക്തിയുടെ ഡോക്ട്രിൻസ് അത് ശരിയാകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യം തന്നെ. അത് വളരെ, കാരണം നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്കോ അതിന് മുന്നത്തെ നൂറ്റാണ്ടിലേക്കോ പോയി ഇന്ന സമയത്ത് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും വചനം അനുസരിച്ച് ഒന്നുകൂടെ നമുക്കിന്ന് മനസ്സിലായിരിക്കുന്ന പല കാര്യങ്ങളനുസരിച്ച് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഉണ്ടോ, അതോ അത് വെറും സ്പെക്കുലേഷൻസ് ആണോ, അത് വെറും ചില ഫിലോസഫി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ, വചനം അതിൽ ഡയറക്റ്റ് ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇത് നോക്കാനും വിശ്വസിക്കാനും ഒക്കെയുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും അതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പണ്ട് കാലത്ത് പറഞ്ഞത് അക്ഷരം തെറ്റാതെ പറഞ്ഞു എന്ന് അവർ ഏറ്റെടുക്കുമല്ല.
ചില കാര്യങ്ങളൊക്കെ അത് ദൈവവചന പ്രകാരമായിട്ടുള്ളതുണ്ട്, അത് അംഗീകരിക്കുന്നു. അതേസമയം എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾക്ക്, അത് ഏറ്റവും ഉന്നതമായ നിലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിലുള്ള ഏത് വിശുദ്ധനും അങ്ങനെ തന്നെ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് നമ്മൾ വിമർശിക്കുന്ന പല പ്രസ്ഥാനങ്ങളും പണ്ട് ഉണർവ് പ്രസ്ഥാനങ്ങളായിരുന്നു. പിന്നെ സഭാചരിത്രം എന്നും പറഞ്ഞ് ഞാൻ ആരുടെയും അഭിമാനത്തെ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും അനാവശ്യമായിട്ട് പിന്താങ്ങാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പല ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്, ഇല്ലെങ്കിൽ ഞാനത് പറയുമായിരുന്നു. കർത്താവ് ഇവിടെ പറയുക, ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ഉപദേശം, നിങ്ങൾ പരീശന്മാരുടെ ഈ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പം കൊണ്ടുവരായികയാലായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരാകിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും, 4000 പേർക്ക് കൊടുത്തിട്ട് 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്ന് ഓർക്കുന്നില്ല. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞത് വെച്ച് രണ്ട് ഇൻസിഡന്റ് ആണ് കർത്താവ് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടും ഒന്നല്ല, രണ്ട് ഇൻസിഡന്റ് ആയിട്ട് തന്നെയാ പറഞ്ഞേക്കുന്നത് എന്ന് ഓർക്കുന്നില്ലയോ? പുളിച്ച പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാഞ്ഞത് എന്ത്? നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു, പണ്ടാരോ പറഞ്ഞ പോലെ, കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും എന്ന് പറഞ്ഞ പോലെ, അത് എടുത്തില്ലല്ലോ എന്ന് ഇവരിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാ കർത്താവ് ഇത് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ പുളിച്ച മാവ് എന്ന് പറയുന്നത് ദൈവദാസൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഈ നമ്മൾ ഒറ സൂക്ഷിക്കുക, തൈരൊക്കെ ഇതാക്കാനായിട്ട് ഉറ വെക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാ വീട്ടിലും പണ്ട് കാലത്ത് ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ. അന്ന് ഇതുപോലെ ആ കുറച്ച് പുളി ഈ തൈരോ അതുപോലെ മാവോ അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അവർ സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് ആ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്ന പെസഹയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോ ആ പെസഹ ആചരിക്കുമ്പോൾ ഭവനത്തിൽ നിന്ന് മൊത്തം പുളിപ്പെടുത്ത് മാറ്റണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ പറയാ, ഉപദേശവും ഇതുപോലെ തന്നെയാ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവരുടെ ഉപദേശം അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ സ്പ്രെഡ് ലൈക്ക് ഗാംഗ്രീൻ. എന്താ ഈ ഗാംഗ്രീൻ? എനിക്ക് പണ്ട് ഗാംഗ്രീൻ എന്താണെന്ന് അറിയത്തില്ല, ക്യാൻസറാ ഇതുപോലൊക്കെയാന്ന് പറയും. എന്നാൽ ഗാംഗ്രീൻ എന്ന് പറയുന്ന ഈ സംഭവം മെഡിക്കൽ രംഗത്തുള്ളവർ, ഞാൻ വല്ല മണ്ടത്തരവാ പറയുന്നെങ്കിൽ ക്ഷമിച്ചേക്ക്, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗാംഗ്രീൻ പിടിക്കുക എന്ന് പറയുന്നത്. കാലിന്റെ അറ്റത്ത് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഗാംഗ്രീൻ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. കാരണം ആ ഭാഗത്തിന് മീതെ വെച്ച് കട്ട് ചെയ്ത് കളയും. കാരണം ഈ ഗാംഗ്രീൻ മീതേക്ക് അതിവേഗം പടരുകയും ആ വ്യക്തി മരിക്കുകയും ചെയ്യും. നല്ല ഉപദേശം പലപ്പോഴും പ്രചരിക്കത്തില്ല. നല്ല ഉപദേശം കേട്ടാൽ ആർക്കും തോന്നത്തുമില്ല, നല്ലതാന്ന് തോന്നത്തുമില്ല. പലർക്കും അത് ഇച്ചീച്ചയാന്ന് തോന്നും. അനേക റൂമുകളിലും അനേക സ്ഥലങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അതിന് ഉത്തരം പറയാനായിട്ട് നാക്കെടുക്കുന്ന പറഞ്ഞാൽ, വേണ്ട ബ്രദറെ, ബ്രദർ വചനം മാത്രമേ പറയാവൂ, അത് ഇതൊന്നും തിരിച്ചു പറയരുത് ബ്രദറെ. ശരി, സമ്മതിച്ച് എന്റെ സഹോദരങ്ങളുടെയൊക്കെ പലരുടെ ആഗ്രഹമല്ലേ, സമ്മതിച്ച്. എന്നാൽ അത് ഇത്രയൊക്കെ പറയുമ്പം അത് ഇന്നത് കൊണ്ട് ആ സഹോദരങ്ങളെ, ഞാനൊരു കള്ളനല്ല എന്ന് പറയാനെങ്കിലും ഒരു അവകാശമില്ലേ? ചില ഉപദേശങ്ങൾ ഗാംഗ്രീൻ പോലെ പരക്കും. ഇന്ന് ഞാൻ പറയുക, പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന പല ചെറുപ്പക്കാരും ഇന്ന് വേറൊരു ഉപദേശത്തിന്റെ പിടിയില്ല. ഇതേ ക്ലബ് ഹൗസിലും സോഷ്യൽ മീഡിയയിലും തന്നെ, പല സുവിശേഷ വിഹിത പെന്തക്കോസ്ത് സഭകളിൽ തന്നെ. എന്നാ ഈ സ്നാനം വേണ്ട എന്ന് പറയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്, സ്നാനപ്പെട്ടവർ അവരുടെ കൂട്ടത്തിലുണ്ട്, അന്യഭാഷ പറയുന്നവർ കൂടുണ്ട്, അന്യഭാഷ പറയുന്ന പൈശാചികമാന്ന് പറയുന്നവരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്ന ഈ സദൂക്യരും ഫരീശന്മാരും ഒക്കെ ചേർന്നതുപോലെ ചേർന്ന് നിന്ന ഇന്ന് പ്രധാനപ്പെട്ട ചില സത്യങ്ങളെ നിഷേധിക്കുന്നത്. എന്നാൽ അത്തരം ഉദ്യമങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങളും അവരും ചട്ടുകങ്ങളായിട്ട് തീരുന്നല്ലോ എന്ന് ഓർക്കുമ്പം അവരെന്താ തിരിച്ചറിഞ്ഞേക്കുന്നത്, അവരെന്താ മനസ്സിലാക്കിയേക്കുന്നത്, അവരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവം തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയുകയല്ലാതെ, പ്രാർത്ഥിക്കുമല്ലാതെ വേറൊരു വഴിയില്ല. കാരണം അവർക്ക് ഇന്റലക്ച്വലായിട്ട്, നമുക്കറിയാം, ഇന്റലക്ച്വലായിട്ട് പലപ്പോഴും ഈ നമ്മളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്ന പോലെ ചില ആർഗ്യുമെന്റ്സ്.
അതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. ഇത് ഇന്റലക്ച്വൽ ക്ഷുദ്രങ്ങളുണ്ട്. ഈ ചില ദഹിക്കാത്ത സാധനങ്ങൾ നമ്മൾ തിന്നു കഴിഞ്ഞാൽ വയറ്റിൽ തന്നെ അത് കിടക്കും എന്ന് പറയുന്ന പോലെ. അതിനോട് അത് കേട്ട് അവരുടെ സിസ്റ്റത്തിലേക്ക് ഈ വൈറസ് കടന്നു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ സിസ്റ്റത്തെയും അത് ബാധിക്കുമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് മോചനം വളരെ പ്രയാസമാണ്. എന്ന് മാത്രമല്ല, ഇവിടെ പല സഹോദരങ്ങളും പറയുന്നത് പോലെ അതിനൊന്നും പ്രതിവാദമില്ല, അതൊക്കെ ശരിയാണ്, അതിനോട് എങ്ങനെ എതിർത്ത് നിൽക്കും, ഇതാണ് അൾട്ടിമേറ്റ് എന്ന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പറയുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ആദ്യം ഇത് കേൾക്കുമ്പം എനിക്കും തോന്നിയിട്ടുണ്ട്, മറ്റു പലർക്കും തോന്നിയിട്ടുള്ള അനുഭവമാണ്, ഇതിനൊന്നും പ്രതിവാദമില്ല. എന്നാൽ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇരുട്ട് തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ കാണുന്നു എന്ന് പറയുന്ന പോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധം വരും. കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധം വരും. അതാണ് എന്റെ പ്രത്യാശ. അതുകൊണ്ട് ഇപ്പം അതിലെടുത്ത് ചാടിയവരെ കുറിച്ചോ ചാടിയതിനു ശേഷം തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കുന്നവരെ കുറിച്ചോ ഒന്നും നമുക്ക് ഒരു ഭാരവും ഇല്ല. കാരണം ഇത് ദൈവമാണ് അവരെ വിളിച്ചതെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കാനും അതിന്റെ കുറവെന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാനും അത് യഥാർത്ഥ വചനത്തിലെ ഉപദേശം എന്താണ് എന്ന് തിരിച്ചറിയാനും ഒക്കെ ദൈവം ഇടയാക്കി തീർക്കും. സോവർണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നവരെക്കാളും ഈ ദൈവത്തിന്റെ സോവർണിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പരമാധികാരിയായ ദൈവം താൻ രക്ഷിക്കുകയും താൻ ജീവൻ കൊടുക്കുകയും ചെയ്ത ആ ഓരോ ഭക്തന് വേണ്ടിയും അവന് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് എന്റെ ഒരു ബേർഡനൊന്നും അല്ല. ദൈവകരങ്ങളിൽ അത് ഏൽപ്പിക്കുക, ദൈവകരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുക. അല്ലാതെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന പോലെ ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് എനിക്ക് ബാധ്യസ്ഥതയുമില്ല, ഞാൻ പറയുന്നതുമല്ല. എന്നാൽ ഇവിടെ പറയുക, ഈ ഗാംഗ്രീൻ പോലെ സ്പ്രെഡ് ചെയ്യുന്ന അത് സൂക്ഷിച്ചു കൊള്ളുവീൻ, അത് സൂക്ഷിച്ചു കൊള്ളുവീൻ, അത് സൂക്ഷിച്ചു കൊള്ളുവീൻ. പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല കാഴ്ചപ്പാടുകളെയും സകല ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ട പ്രവൃത്തികളെയും ഒക്കെ ഇത് സ്വാധീനിക്കും. ആരൊക്കെ കേൾക്കുന്നു ആരൊക്കെ കേൾക്കുന്നില്ല എന്നൊന്നും അറിയത്തില്ല, ആരൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊന്നും അറിയത്തില്ല. റെക്കോർഡൊക്കെ ചെയ്ത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം. നമുക്കറിയാമല്ലോ ഇതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ട് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ സാധാരണ പറയാറുണ്ട് ക്രിസ്തുവിന്റെ മരണം ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി മരണമായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയാണ് എന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. ഞാൻ ഏറ്റെടുക്കേണ്ട ശിക്ഷ എന്റെ സ്ഥാനത്ത് നിന്ന് കർത്താവ് അനുഭവിച്ചു. അതുപോലെ തന്നെ അതിലുള്ള ഒരു ഉപദേശമാണ് സബ്സ്റ്റിറ്റ്യൂഷണറി ലൈഫ് ഉണ്ട്, റെപ്രസെന്റേറ്റീവ് ഒബീഡിയൻസ് എന്ന് പറയും അവരുടെ ഭാഷയനുസരിച്ച്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വിശുദ്ധ ജീവിതമൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ ജീവിതം ഓൾറെഡി നയിച്ചു കഴിഞ്ഞത് കൊണ്ട് നമ്മുടെ വിശുദ്ധിയിൽ കുറവുള്ളതൊക്കെ അവിടെ കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടോളും. അതുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിന് ഉള്ള എംഫസൈസ് വളരെ കുറവായിരുന്നു. എന്നാൽ സ്പർജന്റെ എഴുത്തുകളിലൊക്കെ നമുക്ക് വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള എംഫസൈസ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആ റിഫോംഡ് തിയോളജിയനായിരുന്നു. എന്നാൽ പല അമേരിക്കയിൽ ചില ഗ്രൂപ്പുകൾ, അത് ഞാൻ ഇന്റർനെറ്റിൽ എടുത്തിട്ടുള്ള കാര്യമാണ്. ജീസസ് ഹാസ് ഡൈഡ് ഫോർ, ജീസസ് ലീവ്ഡ് എ ഹോളി ലൈഫ് ഫോർ us, ആൻഡ് ഈവൻ ഇഫ് വി ഡു നോട്ട് നമ്മൾ ആ വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കർത്താവ് നമുക്ക് വേണ്ടിയുള്ള ജീവിതം ജീവിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇടയിൽ ഒരു വിശുദ്ധൻ അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുമുണ്ട്. കർത്താവ് നമുക്ക് നീതി നിവർത്തിച്ചപ്പോൾ നാം എവിടെയായിരുന്നു? ആളെ പറയുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കാം. കർത്താവ് നീതി നിവർത്തിച്ചപ്പോൾ ഞാൻ എവിടെയായിരുന്നു? സൂക്ഷിച്ച് നിങ്ങളത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫാലസി അതിൽ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. അതും ബിലിയാമിന്റെ അല്ലെങ്കിൽ നമ്മളെ സൂത്രത്തിൽ പിൻവാതിലിൽ കൂടി ഇതൊക്കെ തീറ്റിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. വളരെ പ്രശസ്തി ആർജിച്ചു. എന്നാൽ ഇപ്പൊ എവിടെ പോയി എന്നുള്ളത് അറിയത്തില്ല. പല സഭകളിൽ നിന്നും പല ആത്മാക്കളെയും അടർത്തിയെടുത്ത് ഒരു സഭയൊക്കെ തട്ടിക്കൂട്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാനായിട്ട് ഇടയായി. അത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ആധികാരികമായിട്ടാണ് പറയുന്നത്. എനിക്ക് ക്ലോസ് ആയിട്ട് അറിയാവുന്ന സഹോദരങ്ങളുടെ എറണാകുളത്തുള്ള സഭകളിൽ നിന്നൊക്കെ ഈ ആത്മാക്കൾ പോയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഈ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം, എഫേസ്യർക്ക് എന്ന ലേഖനത്തിൽ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ
സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയായി തീരും. ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ചില ഡോക്ടറിനുകളിലല്ല, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ കാര്യങ്ങളിലല്ല. ചിലർ പറയാറുണ്ട്, നിങ്ങൾ ഇനി ഇതൊന്നും എടുത്തേക്കരുത്. അയ്യോ, ഞങ്ങൾ ആരും എടുക്കുന്നില്ല. കാരണം എന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക എന്നുള്ളത്. ഈ ദൈവവചനം എനിക്ക് മതി. സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന പോലെ ഞാൻ അത് എടുക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, അത് നിങ്ങൾ എടുത്തേക്കരുത്, അത് ഞങ്ങളുടെയാന്ന് പറഞ്ഞു. ശരി, എനിക്ക് ഈ ദൈവവചനം മതി. ഒരു സ്ക്രിപ്ചറായും ഞാൻ കേട്ടിട്ടല്ല 10-40 വർഷം ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് ജീവിച്ചത്. എന്നാൽ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന ആറ്റിറ്റ്യൂഡും ആ ദൈവം നൽകിയ ഡയറക്ഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ട് ഈ ദൈവത്തിന്റെ വചനം മതി. ഈ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതേ അനുസരിക്കൂ. ദൈവത്തിന്റെ വചനത്തിലോട്ട് ഇന്റർപ്രേറ്റ് ചെയ്തും അതിനെ എക്സ്ട്രാ ചേർത്തുമുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ രൂപം മാറ്റി, ഭാവം മാറ്റി, അതിനെ മിശ്രണപ്പെട്ട് ചെയ്തു പോകുന്ന ഒന്നിലും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞേക്കുക, ഒരു തെറ്റായ ഉപദേശം, ഒരു തെറ്റായ കാഴ്ചപ്പാട് ഒരു വ്യക്തിയിൽ കടന്നുകൂടിയാൽ അവന്റെ ജീവിതത്തെയും അവന്റെ ഭാവിയെയും ക്രിസ്തീയമായിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ആത്മീയ ഫലത്തെയും ഒക്കെ അത് എന്തുമാത്രം ബാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാ പ്രിയപ്പെട്ടവർ. ഓക്കെ, എന്റെ വാക്കുകൾ ഞാൻ വരും. അപ്പത്തിന്റെ പുളിച്ച മാവല്ല, ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഏതോ സഭയിലുള്ള ഒരു ചൊല്ല, പലവിധ ഉപദേശങ്ങളാഹോ പാരിൽ പൊട്ടി മുളയ്ക്കുന്നു, കർത്താവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതുപോലെ അത് തന്നെ ഞാൻ പാടി ഇന്നത്തെ എന്റെ ഇത് ഞാൻ തികയ്ക്കാനായിട്ട്, എന്റെ ശുശ്രൂഷ തികയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ബി വെരി കെയർഫുൾ. ഒന്നും പഠിക്കരുതെന്നോ പോകരുതെന്നോ കേൾക്കരുതെന്നോ അല്ല പറയുന്നത്. വളരെ വിവേചന ശക്തിയുള്ളവരായിട്ട് ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ വചനം ഇതല്ല പറയുന്നത്. ഇത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, നമുക്ക് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി തരും. എനിക്കും അങ്ങനെ ബോധ്യപ്പെടുത്തി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു ഉപദേശം അത് എന്തുമാത്രം ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന്, ആ സത്യ ഉപദേശത്തിന് നിലനിൽക്കുക എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് കർത്താവെ അവിടുന്ന് തെളിയിച്ചു തന്നല്ലോ. കർത്താവെ, അവിടുന്ന് വന്ന കാലത്ത്, അവിടുന്ന് വന്ന സമയത്ത് അങ്ങയെ പോലും ത്യജിച്ചു കളയത്തക്കുള്ള ദുഷ്ടഹൃദയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആ പുളിച്ച മാവിന്റെ അനുഭവങ്ങള്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും തെറ്റായ ഉപദേശങ്ങൾ, കർത്താവെ, ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചതുപോലെ പല നിലകളിലുള്ള വൈകല്യമുള്ള വികൃതമായ ഉപദേശങ്ങൾ, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവം എന്താണ് വെളിപ്പെടുത്തി തരുന്നതും എന്ന് അറിയാതെ ചില മനുഷ്യർ പറയുന്ന ചില കാര്യങ്ങളെ അതിനെ തെളിയിക്കാനുള്ള വ്യഗ്രതയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, മാനുഷ്യ കൽപ്പനകളെ ഏറ്റുപറയുന്നത് കൊണ്ട് വൃഥാ നിങ്ങൾ ഭജിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞ നിലയിലുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ വിട്ടൊഴിയുവാനും ദൈവവചനത്തിന്റെ വെളിപ്പാടുകളിലും അവിടുത്തെ വിശുദ്ധന്മാരെ ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം നിലനിൽക്കാനും തക്കവണ്ണം കർത്താവ് ദിവസങ്ങളെ അടികളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നന്ദിയോടെ സ്തോത്രം. എല്ലാ മാനവമഹത്വവും ഞങ്ങളൊക്കെ തരുന്നു. അടിയങ്ങളെ വിമർശിക്കുന്നവർക്കും അടിയങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരുടെ കുറവുകളൊന്നും കണക്കിടാതെ അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയും കർത്താവെ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് അവരെ അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കും, താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവരോടൊക്കെ ഒന്നും ഒരിക്കലും വിരോധം തോന്നാനായിട്ടോ എതിർപ്പ് തോന്നാനായിട്ടോ അതുപോലെ ഞങ്ങളുടെ എതിരാളികളാണെന്ന് ചിന്തിക്കാനായിട്ടോ ഒരിക്കലും ഇടയാക്കരുതേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കടത്തിനായിട്ട് സ്തോത്രം, യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാണും നാം ഇവരോടും കൂടെ, ലോകമെടുള്ള വിശുദ്ധന്മാരോടും കൂടെ, കർത്താവിന്റെ കൃപ വിശുദ്ധന്മാരോടുകൂടി കർത്താവിന്റെ വരവരെയും നമ്മേക്കൊണ്ടായിരിക്കുമാറാം. ആമേൻ.